ഖിയാസ് എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പേരാണ് ഖിയാസ്. എന്താണ് ഖിയാസ്? യാ ഖിയാസ് അൽ മുസ്തഗീസീൻ എന്നൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പറയുമല്ലോ. അള്ളാഹുവിൻ്റെയും പേരാണ് മുഗീസ്. അള്ളാഹുവിനെ വിളിക്കുന്നിടത്ത് ഖിയാസുൽ മുസ്തഗീസ് എന്ന് പറയുമ്പോൾ അപ്പോൾ അള്ളാഹുവിനെ ഖിയാസ് കൊണ്ട് വിളിച്ച്. അള്ളാഹുവിന് സഹായി എന്നുള്ള കുറേ അർത്ഥം വരുന്ന കുറേ പേരുകൾ അള്ളാഹുവിനുണ്ട്. ഖിയാസൻ, മുഗീസ്, നസീർ, മുഈന്, അങ്ങനെ കുറേ പേരുകൾ അള്ളാഹുവിന് സഹായി എന്നർത്ഥം വരുന്ന പേരുകളുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ ഫാത്തിഹയിൽ പറയുന്നുണ്ട്. റബ്ബേ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്, നിനക്ക് മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന്. സുന്നികൾ അങ്ങനെയാണ്. സുന്നികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് പൂർണ്ണമായി കൂടുതൽ പഠിച്ചവരാണ്. അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചവരും വിശ്വസിക്കുന്നവരുമാണ് സുന്നികൾ. അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെക്കുറിച്ചും. എന്താണ് അമ്പിയാക്കളുടെ പരിപൂർണത എന്ന് മനസ്സിലാക്കി. അള്ളാഹുവിനെ കുറിച്ച് ബാഹ്യമായി മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ കുറിച്ച് മനസ്സിലാക്കിയില്ല, ഔലിയാക്കളെ കുറിച്ച് മനസ്സിലാക്കിയില്ല. അങ്ങനെയുള്ളവരാണ് ഈ പുത്തംവാദികൾ. അപ്പോൾ അവർക്ക് പല പിശകുകളും പറ്റും, പല അബദ്ധങ്ങളും അവരുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും സംഭവിക്കും. എന്നാൽ സുന്നികൾക്ക് അങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കൂല അവരുടെ വിശ്വാസങ്ങളിൽ. അള്ളാഹുവിനെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത് അള്ളാഹുവിന് മാത്രമേ കഴിവുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. സഹായിക്കാനെന്ന് മാത്രമല്ല, എന്തും ചെയ്യാനുള്ള കഴിവ് അള്ളാഹുവിനേ ഉള്ളൂ. ചിലർ പുത്തംവാദികൾ മനസ്സിലാക്കിയത് സഹായിക്കാനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ, വേറെയുള്ളതിനുള്ള കഴിവ് ഡോക്ടർക്കുണ്ട്, രോഗം സുഖപ്പെടുത്താനുള്ള കഴിവ് ഡോക്ടർക്കുണ്ട്, ചായ ഉണ്ടാക്കി തരാൻ ഭാര്യയ്ക്ക് കഴിവുണ്ട്. ഇങ്ങനെ ഓരോ സൃഷ്ടികൾക്കും കഴിവ് ഓരി വെച്ചു. പിന്നെ ഇപ്പോൾ സൃഷ്ടികൾക്ക് ഇല്ലാത്തൊരു കഴിവ് അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവ് പുത്തൻവാദികൾ മനസ്സിലാക്കിയത് സഹായിക്കാനുള്ള കഴിവ്. ഈ സഹായിക്കാനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അതല്ലേ വലിയ അബദ്ധം, അതല്ലേ കുഫർ എന്ന് പറയുന്നത്. എല്ലാ കഴിവും അള്ളാഹു താലാക്ക് മാത്രമേ ഉള്ളൂ. സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസം ഒരു അടിമക്ക് അള്ളാഹു താല അവൻ്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാനുള്ള അവയവങ്ങളൊക്കെ കൊടുത്ത്, ആ അവയവങ്ങൾ ടൂളുകളാണ്, ആ ടൂളുകളിലൂടെ പ്രവർത്തനങ്ങൾ പ്രകടമാവണമെങ്കിൽ അള്ളാഹു താല ഓരോ സമയത്തും ഓരോ സംഗതി ചെയ്യുന്ന സമയത്ത് അള്ളാഹു ഇങ്ങനെ അതിന് കഴിവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അങ്ങനെയാണ് അടിമയുടെ കഴിവെന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസം. മറ്റുള്ള കഴിവൊക്കെ അള്ളാഹുവിനുള്ള കഴിവാണ്. ആ നബി ആയാലും വലിയ ആയാലൊക്കെ അള്ളാഹുവാണ് എല്ലാവരും പ്രവർത്തിപ്പിക്കുന്നത്. അങ്ങനെയാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസം. പക്ഷേ അതോടൊപ്പം അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, മുത്തുനബിയെക്കുറിച്ച് മുഅ്മിനീങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ പരസ്പരം സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹായിക്കണം, മുഅ്മിനീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം എന്നാണ്. അപ്പോൾ സഹായം തേടുകയും ചെയ്യുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കൂലേ? മുത്തുനബി സഹായിക്കും, മുഅ്മിനീങ്ങൾ പരസ്പരം സഹായിക്കും, ഔലിയാക്കന്മാർ സഹായിക്കും. ആ സഹായം അങ്ങനെ അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടുള്ള സഹായമാണ്. അള്ളാഹു കഴിവ് നൽകുമ്പോൾ ആ നൽകുന്ന കഴിവ് കൊണ്ടുള്ള സഹായം. അപ്പോൾ വലിയനിക്ക്, ആ വലിയനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ആ വലിയിൽ വിശ്വസിക്കുന്ന ആളുകൾ ആ വലിയനോട് സഹായം ചോദിക്കുമ്പോഴെല്ലാം ആ വലിയന് സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിന് മറുപടി, ഒരു പടവുകാരൻ, സാധാരണ പടവ് ജോലി ചെയ്യുന്ന ആൾ, ആ പടവുകാരന് അദ്ദേഹം ഉദ്ദേശിക്കുമ്പോഴൊക്കെ പടുക്കാൻ കഴിയുമോ? ബിൽഡിങ് ചെയ്യാൻ കഴിയുമോ? പടവ്
നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയുമോ? എടോ, നാളെ നീ എൻ്റെ വീട് ചുമര് പടുക്കാൻ വേണ്ടി വരണമെന്ന് പടുവുകാരനോട് പറഞ്ഞാൽ ഈ പടുവുകാരന് എന്താ പറയേണ്ടത്? മുവഹിദാണ്. എന്താ ഈ മുവഹിദ് പറയേണ്ടത്? അതിനുള്ള കഴിവ് എനിക്കില്ല പടുക്കാൻ, ആ കഴിവ് അള്ളാഹ്ക്കേ ഉള്ളൂ, ഞാൻ അള്ളാഹിനെ കൂട്ടി വരും, അങ്ങനെ പറയണ്ടേ? അതിന് വരാനുള്ള കഴിവില്ല എന്നപ്പോൾ പറഞ്ഞ്. അപ്പോൾ സാധാരണ രീതിയിൽ അവിടെ എന്താണ് ആ പടുവുകാരൻ പറയാ? എനിക്ക് അല്ലാഹു തആല അങ്ങനെ ഒന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് പടുക്കാനുള്ള കഴിവ് അള്ളാഹ് എനിക്ക് തരാറുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു ഞാൻ വരാം, എനിക്ക് പഠിക്കാൻ അറിയാം, പഠിക്കാനുള്ള കഴിവ്, നന്നായി പഠിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് തന്നെ പറയണം, എന്നാലേ അദ്ദേഹം ജോലിക്ക് വിളിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പ്രസംഗകൻ്റെയും കഥ. നിങ്ങൾ ഇന്നിവിടെ ഇന്ന വിഷയത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി 2 മണിക്കൂർ പ്രസംഗിക്കാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞാൽ ആ പ്രസംഗകൻ എന്താ പറയുക? സുന്നത്ത് ജമാഅത്തിൻ്റെ ഭയങ്കര പ്രസംഗകനാണ്, ഭയങ്കര മുവഹിദാണ്. എന്താണ് ആ പ്രസംഗകന് പറയേണ്ടത്? എനിക്കങ്ങനെ പ്രസംഗിക്കാനുള്ള കഴിവില്ല, ആ കഴിവ് ഒരു മലക്കിനും ഒരു നബിക്കും ഒരു വലിയനും ആർക്കും അങ്ങനെ പ്രസംഗിക്കാനുള്ള കഴിവില്ല, ഒരു കഴിവുമില്ല, എല്ലാ കഴിവും അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് പറയേണ്ടത്. സാധാരണ എനിക്ക് അല്ലാഹു തആല ഇൽമ് തന്നിട്ടുണ്ട്, അള്ളാഹു എനിക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കഴിഞ്ഞ ഭൂതകാലത്തേക്ക് ആലോചിക്കുമ്പോൾ കുറേ പ്രസംഗങ്ങളൊക്കെ കാഴ്ചവെക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്, ഇനിയും നാളെയും എനിക്ക് ഹയാത്തുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എനിക്ക് പ്രസംഗിക്കാൻ കഴിയും. അങ്ങനെ ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വിശദീകരിച്ച് കഴിഞ്ഞാൽ മഹാസാധുവാണ് എന്നാ ആളുകൾ മനസ്സിലാക്കുക. എൻ്റെ മനസ്സിൽ മതി ആ വിശ്വാസമൊക്കെ, ഞാൻ വരും എന്ന് തന്നെ പറയും. ആ വിഷയത്തിൽ 2 മണിക്കൂർ ക്ലാസ് എടുക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഉറപ്പിച്ച് പറയും. അങ്ങനെ പറയണം, അങ്ങനെ തന്നെ പറയാറുള്ളത്. അത് തൗഹീദിനെതിരുമല്ല, അത് അദബ് കേടുമല്ല. എന്നതുപോലെ വലിയനോട് സഹായം തേടുമ്പോഴും വലിയൻ്റെ കഥ അങ്ങനെ തന്നെ. വലിയിലൂടെ അല്ലാഹു തആല അമാനുഷികമായ കഴിവുകൾ പലതും പ്രകടിപ്പിക്കുന്നതായി വലിയ അനുഭവമുണ്ട്. മാത്രമല്ല ഔലിയാക്കന്മാരോട് അമ്പിയാക്കന്മാരോടൊക്കെ അല്ലാഹു തആല വഹ്യ് വഴിയോ അല്ലെങ്കിൽ ഇൽഹാം വഴിയോ പറയും, നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാലും അത് ഞാൻ നടപ്പാക്കി തരും, നിങ്ങളൊരു വിഷയത്തിനോടത് നടക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി, മനസ്സിൽ വിചാരിച്ചാൽ മതി, അത് നടക്കും എന്ന് അള്ളാഹ് പറഞ്ഞാൽ നടക്കുന്നതാണ്, ഞാൻ നടത്തി തരും എന്നാണ് അള്ളാഹു പറയുന്നത്. അങ്ങനത്തെ വലിയനെന്താ സഹായിക്കാൻ കഴിയൂലേ? ആ അല്ലാഹു തആല പറഞ്ഞ ആ വഅദ് അതനുസരിച്ചാണ് വലിയ ഔലിയാക്കന്മാർ സഹായിക്കുന്നത്. അത് ശിർക്കൊന്നല്ല, അത് അള്ളാഹുവിൽ പങ്കുചേരലും അള്ളാഹുവിൻ്റെ വിശേഷണം വലിയനുണ്ടാവൽ അല്ല. ഇപ്പോൾ പുത്തൻവാദികൾ പറയുന്നത് അള്ളാഹുവിന് മാത്രമേ കഴിവുള്ളൂ, വേറെ ആർക്കും ഒരു കഴിവുമില്ല. അങ്ങനെ ആകുമ്പോൾ പിന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊക്കെ സ്വഹാബത്ത് സഹായം തേടിയത്, അതിൻ്റെ അർത്ഥം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ട് ഇടപെടാനാണ് തേടിയത് എന്ന പുത്തൻവാദികളെ കണ്ടുപിടുത്തം. അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും സയ്യിദുൽ അംബിയ ആയ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരെ സഹായിക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പോൾ സ്വഹാബത്ത് മുത്തനബിൻ്റെ അടുത്തേക്ക് ഖതാദ റളിയല്ലാഹുവിൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടപ്പോൾ അമാനുഷികമായ രീതിയിൽ അസാധാരണ വഴിയിലൂടെ സഹായിക്കാൻ വേണ്ടി മുത്തനബിയുടെ അടുത്തേക്ക് ചെന്നല്ലോ. മുത്തനബിയോട് പറഞ്ഞു, നബി എൻ്റെ കണ്ണാണിത്, എനിക്കിത് ഫിറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞപ്പോൾ മുത്തനബി എന്താക്കി? അത് അസാധാരണ വഴിയിലൂടെ മുത്തനബി സഹായിച്ചു. അവിടെ ഇപ്പോൾ പുത്തൻവാദികൾ പറയുന്നത് മുത്തനബിയോട് ദുആ ചെയ്യാൻ വേണ്ടി, ദുആ ചെയ്തുകൊണ്ട് ഇടപെടാൻ വേണ്ടി ആവശ്യപ്പെട്ടു, അത്രേ ഉള്ളൂ. അല്ലാതെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹായിക്കാൻ കഴിയൂല, സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമല്ലേ കഴിയുള്ളൂ. അതെങ്ങനെ, എവിടുന്ന് കിട്ടിയ ആശയമാണത്? അത് ആരാണ് പറഞ്ഞത്? ഏതെങ്കിലും ഇമാമികൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ ഇമാമികൾ അത് പറഞ്ഞിട്ടുണ്ടോ? ആരിഫീങ്ങൾ ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ? ആലിമീങ്ങൾ ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ? സുന്നത്ത് ജമാഅത്തിൻ്റെ ഇമാമികൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇമാം മാതുരീദി പറഞ്ഞിട്ടുണ്ട്, ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാമിൽ ഖസാലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞത് എന്താ?
അള്ളാഹുവിന് മാത്രമേ കഴിവുള്ളൂ, വേറെ ഒരു സൃഷ്ടിക്കും കഴിവില്ല. ആ കഴിവില്ല എന്ന് പറഞ്ഞതിൽ പ്രാർത്ഥിക്കാൻ കഴിവുമില്ല, ഇടപെടാൻ കഴിവുള്ള ഒന്നിനും കഴിവില്ല എന്നാണ് പറയുന്നത്. സഹായിക്കാൻ മാത്രം കഴിവില്ല എന്നല്ല. ഏറ്റവും വലിയ അജ്ഞത, വിഡ്ഢിത്തം അതല്ലേ ഈ പുത്തൻവാദികൾ മനസ്സിലാക്കുന്നത്? അവരെന്താ തൗഹീദിനെ കുറിച്ച്, എന്താണ് തൗഹീദ്, എന്താ ശിർക്ക്, എന്താണ് അള്ളാഹുവിൻ്റെ കഴിവ്? അള്ളാഹിൻ്റെ കഴിവിനെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അള്ളാഹുവിന് മാത്രമേ എല്ലാ കഴിവുള്ളൂ, അടിമക്ക് പ്രാർത്ഥിക്കാൻ കഴിവില്ല എന്ന് മനസ്സിലാക്ക്. അടിമക്കൊരു വിരൽ അനക്കാൻ കഴിവില്ല, എന്നിട്ടല്ലേ പ്രാർത്ഥന? ചുണ്ടനക്കാനും കഴിവില്ല അടിമക്ക്. അതൊക്കെ അള്ളാഹുവിനുള്ളൂ എന്നാണ് വസാലിമാം അടക്കമുള്ള എല്ലാ ഇമാമികളും പറഞ്ഞത്. സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞത്. അടിമക്ക് എല്ലാ അടിമയും പെട്ടു, അല്ലേ? ജിബ്രീൽ അലൈഹി സ്വലാമും പെട്ടു, മുത്തുനബിയും പെട്ടു, എല്ലാവരും പെട്ടു. അത് അള്ളാഹു തആല നൽകുന്ന കഴിവാണ്. നൽകപ്പെടാത്ത സ്വയം ഉള്ള കഴിവ് അള്ളാഹുവിന് മാത്രമുള്ളൂ എന്നാണ് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ അടിമക്ക് പ്രാർത്ഥിക്കാനും കഴിവില്ല, പ്രാർത്ഥനയിലൂടെ ഇടപെട്ട് ഈ സഹായം തേടിയ വ്യക്തിയുടെ പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ് നബിക്കുമില്ല, ആർക്കുമില്ല, ആ പറഞ്ഞ അർത്ഥത്തിൽ. അപ്പം അങ്ങനെ മനസ്സിലാക്കുമ്പോൾ സാധാരണഗതിയിൽ മുഅ്മിനീങ്ങൾ പരസ്പരം സഹായിക്കാറുണ്ട്. മുഅ്മിനീങ്ങളോട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറഞ്ഞാൽ അത് ജോലി എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് മുഅ്മിനീങ്ങളൊക്കെ പറയാറുള്ളത്. അതൊക്കെ ശിർക്കാകേണ്ടി വരുമല്ലേ പുത്തൻവാദികളുടെ വാദമനുസരിച്ച്? ഈ സഹായം തേടുന്നിടത്ത് മാത്രം ഒരു പ്രശ്നം, ഔലിയാക്കളോടും അമ്പിയാക്കന്മാരോടും സഹായം തേടുന്നിടത്ത് മാത്രം ഒരു അദബുകേട് എങ്ങനെ വരുന്നത്? അവിടെ മാത്രം ഒരു ശിർക്കും തൗഹീദിനെതിരും അദബുകേടും എങ്ങനെ വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. വരികയാണെങ്കിൽ എല്ലായിടത്തും വരണം, അത് അല്ലെങ്കിൽ എവിടെയും വരാനും പാടില്ല. അതേ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹു അല്ല, അവന് എന്നല്ല അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് ചെറിയ ഒരു കഴിവ്, അത് പ്രാർത്ഥിക്കാനെന്ന് വെച്ചാലും വേണ്ടില്ല, ഇടപെടാനെന്ന് വെച്ചാലും വേണ്ടില്ല, വിരലനക്കാനെന്ന് വെച്ചാലും വേണ്ടില്ല, എന്തെങ്കിലും ചിന്തിക്കാനെന്ന് വെച്ചാലും വേണ്ടില്ല, എന്തെങ്കിലും ഒരു കഴിവ് സ്വയം അള്ളാഹു അല്ലാത്തൊരു സൃഷ്ടിക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ ഉടൻ അവൻ കാഫിറായി. ആ വിശ്വാസത്തോട് കൂടെ അവൻ കാഫിറായി, ഇനി സഹായം തേടേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ടല്ലേ സുന്നത്ത് ജമാഅത്തിൻ്റെ കഴിഞ്ഞുപോയ ആലിമീങ്ങൾ എല്ലാം, കഴിഞ്ഞുപോയ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം മുതൽക്കുള്ള ഹിജ്റ 561 വർഷം വഫാത്തായ ആളാണ്. വസാലിമാവിൻ്റെ കാലത്ത് ഒക്കെ ജീവിച്ച ആളാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിൻ്റെ കാലം മുതൽക്ക് അതിൻ്റെ ശേഷമുള്ള മുഴുവൻ വലിയ പ്രഗത്ഭരായ ആലിമീങ്ങളും ആരിഫീങ്ങളും അവർ സഹായം തേടിയില്ലേ ഔലിയാക്കന്മാരോടും അമ്പിയാക്കന്മാരോടും മുത്തുനബിനോടും? മുത്തുനബിനോട് സഹായം തേടാത്ത വലിയുണ്ടോ? ഏതെങ്കിലും ഔലിയാക്കന്മാർ അവരുടെ ഷെയ്ഖിനോട് സഹായം തേടാത്തവരുണ്ടോ? എങ്ങനെ സഹായം തേടുക? ഷെയ്ഖിൻ്റെ മുഖതാബിൽ വെച്ച് സഹായം തേടുകയല്ല, ഷെയ്ഖിൻ്റെ അഭാവത്തിൽ ഷെയ്ഖിനോട് ഇസ്തിഗാസ നടത്താത്ത ഔലിയാക്കന്മാരുണ്ടോ? ഔലിയാക്കന്മാരുടെ ഫീൽഡിൽ എത്രയോ സൃഷ്ടികളോട്, മലക്കുകളോടും അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞു പോയ ഔലിയാക്കന്മാരോടും മരിച്ചുപോയ ഔലിയാക്കന്മാരോടും ജീവിച്ചിരിക്കുന്ന ഏതോ ലോകത്തുള്ള ഔലിയാക്കന്മാരോടൊക്കെ എത്രയോ സഹായം തേടേണ്ട രംഗങ്ങൾ അവർക്ക് വരും. അപ്പോൾ ഇമാം തഖീദ്ദീൻ സുബ്കി റളിയല്ലാഹു തആല അൻഹു അവരുടെ ഷിഫാഉ സിഖാം എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഇസ്തിഗാസ നടത്തൽ ഷിർക്കാണ്, വൻ കുറ്റമാണ്, ഷിർക്കാണ് എന്ന് പറഞ്ഞപ്പോൾ ഇമാം സുബ്കി പറഞ്ഞു ഇസ്തിഗാസ നടത്തൽ ജായിസാണ്. സഹായം അമ്പിയ ഔലിയാക്കന്മാരോട്, സ്വാലിഹീങ്ങളോട് അവർക്ക് അള്ളാഹു നൽകുന്ന ബഹുമാനം, കറാമത്ത്, ബഹുമാനം വഴി നൽകുന്ന കഴിവ്,
ആ കഴിവ് അവർക്കുണ്ടാകുമെന്നുള്ള വിശ്വാസത്താൽ അവരോട് സഹായം തേടുന്നത് അത് അനുവദനീയമാണ്. അനുവദനീയമാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കറാഹത്തോടുകൂടെ അനുവദനീയമെന്നോ ഖിലാഫുൽ ഔലയോടുകൂടെ അനുവദനീയമാണ് എന്നോ അല്ല. ചിലർ മനസ്സിലാക്കിയത് അങ്ങനെ, ഇസ്തിഗാസ നടത്തൽ ഹറാമും കറാഹത്തൊന്നുമില്ല, പക്ഷെ ഖിലാഫുൽ ഔലയാണ്. ഖിലാഫുൽ ഔല എന്താ? ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാൽ ചെറിയ കറാഹത്ത്, നല്ലതല്ല, അതാണ് ഭാഷാർത്ഥം. പക്ഷേ ഖിലാഫുൽ ഔല എന്ന് പറയുന്ന സംഭവം, കറാഹത്ത് എന്ന് പറയുന്ന സംഭവം ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് നല്ലതല്ല. സ്വാലിഹ്യങ്ങൾ ചെയ്യാൻ പാടില്ല, നല്ല മനുഷ്യന്മാർ ചെയ്യാൻ പാടില്ല. വലത് ഭാഗത്തേക്ക് തുപ്പുന്നത് പോലെ, ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നത് പോലെ. അപ്പോൾ ഖിലാഫുൽ ഔല എന്ന് പറയുന്നത് ചെറിയ കറാഹത്ത. ചുരുക്കി പറഞ്ഞാൽ ഇസ്തിഗാസ നടത്തൽ അത് ഖിലാഫുൽ ഔലയാണ് എന്ന് ചിലർ ധരിച്ചു പോയത്. അതിനാണ് ഇമാം തഖീദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ശിഫാഉ സിഖാം എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറഞ്ഞത്, ആ ഇസ്തിഗാസ നടത്തുന്നത് ജായിസാണെന്ന് പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു അംറുൻ ഹസനുൻ, അത് നല്ല കാര്യമാണ്, അത് നല്ല കാര്യമാണ്. ഹസൻ എന്ന് പറഞ്ഞാൽ അത് സുന്നത്തിനാണ് പറയുക, അത് ഖിലാഫുൽ ഔലക്ക് ഒരിക്കലും ഹസൻ എന്ന് പറയൂല, സാങ്കേതിക ഭാഷയിൽ അങ്ങനെ പറയൂല. മാത്രമല്ല ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ തൊട്ടടുത്ത കാലത്ത് വന്ന ആളാണ് ഇമാം സുബ്കി റളിയല്ലാഹു. ഇബ്നു തൈമിയ്യനൊക്കെ ആ വിഷയത്തിൽ ഇസ്തിഗാസ നടത്താൻ പാടില്ല എന്ന് ആദ്യം വാദിച്ച ആളാണ്. ഇസ്ലാമിൽ അതിന് മുമ്പ് ആരും വാദിച്ചിട്ടില്ല എന്നാണ് തഖീദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ഇബ്നു തൈമിയ്യനെ കുറിച്ച് പറഞ്ഞത്. ഇബ്നു തൈമിയ്യാണ് ആദ്യം ആ വാദം കൊണ്ടുവന്നത്. അപ്പോൾ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞു അംറുൻ ഹസൻ, അത് നല്ല കാര്യമാണ്, അത് കറാഹത്തുല്ല ഖിലാഫുൽ ഔലിയില്ല. അതിൻ്റെ ശേഷം അതൊന്നും കൂടെ വിശദീകരിച്ചുകൊണ്ട് ഇമാം മുഹമ്മദ് ഇബ്നു സുലൈമാൻ അൽ ഖുർദി റളിയല്ലാഹു അൻഹു, അവർ മുഹമ്മദ് ഇബ്നു സുലൈമാൻ അൽ ഖുർദിയുടെ ശിഷ്യനായിരുന്നു ഈ ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഇസ്തിഗാസ ഷിർക്ക എന്നും പറഞ്ഞ് സൗദിയിൽ അങ്ങനെ ഇസ്തിഗാസ നടത്തുന്നവരൊക്കെ വധിച്ച ആ വ്യക്തി. ആ മുഹമ്മദ് ഇബ്നു സുലൈമാൻ ഖുർദി എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹത്തിൻ്റെ ഫതാവയിൽ പറഞ്ഞു ഇസ്തിഗാസ നടത്തുന്നത് മുസ്തഹബുൻ എന്ന് വ്യക്തമായി പറഞ്ഞു, അത് സുന്നത്തായ കാര്യമാണ്. അപ്പോൾ വലിയുൽ ഇറാഖ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം ഖിലാഫുൽ ഔലയാണെന്ന് സൂചിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അദ്ദേഹം ഖിലാഫുൽ ഔല എന്ന് സൂചിപ്പിച്ചത് കൊണ്ട് ഫിഖ്ഹിൽ വലിയ മഹാനല്ലേ തഖീദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. തഖീദ്ദീൻ സുബ്കിയും പിൻകാലത്ത് ഇവർ പറഞ്ഞതെല്ലാം വളരെ കലക്കി കുടിച്ച് തഹരീർ ചെയ്ത, എഡിറ്റ് ചെയ്ത മഹാനാണ്. ഇബ്നു ഹജർ ഹൈത്തമിയും മുഹമ്മദുർ റംലി റളിയല്ലാഹു തആല അൻഹു അവരൊക്കെ പറഞ്ഞതിനെ എഡിറ്റ് ചെയ്ത് മദ്ഹബിനെ കറക്റ്റ് ചെയ്ത ആളാണ് മുഹമ്മദ് ഇബ്നു സുലൈമാൻ ഖുർദി, രണ്ടാം ഇബ്നു ഹജർ എന്ന് പറയേണ്ട മുഹമ്മദ് ഇബ്നു സുലൈമാൻ ഖുർദി. അവർ വ്യക്തമാക്കി പറഞ്ഞില്ലേ പിൻകാലത്ത് അത് മുസ്തഹബാണ്. പിന്നെ ഒരു പണ്ഡിതൻ പറഞ്ഞ ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞ ഒരു അഭിപ്രായത്തിലേക്ക് നമുക്ക് പോവേണ്ട ആവശ്യമില്ല എന്നല്ല, ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹുവിൻ്റെ കവിതകളിലൊക്കെ എത്രയാണ് ഇസ്തിഗാസ നിറഞ്ഞു നിൽക്കല്ലേ. നബിയോട് നേരെ പറയാം, നബിയെ ഞാനിത് എൻ്റെ കരങ്ങൾ അങ്ങയിലേക്ക് നീട്ടുന്നു എന്നൊക്കെ ഇമാം ബൂസീരി പറഞ്ഞതായി കാണാം. അവരുടെ പല കവിതകളുണ്ട് അവർക്ക്. എത്ര മഹാന്മാരാണ് ആ കാലഘട്ടം മുതൽക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം തേടിയത്. ഞാൻ ദുനിയാവിൻ്റെ കാര്യം ആഖിറത്തിൻ്റെ കാര്യം
മുത്തുനബിയോടാ ചോദിക്കാന്നാ ബൂസിരി പറഞ്ഞേ. ഞാൻ മുത്തുനബീൻ്റെ കരങ്ങളിൽ നിന്ന് എന്നാണ് പറഞ്ഞത്. മുത്തുനബിയുടെ കരങ്ങളിൽ നിന്ന് എൻ്റെ ദുന്യവിയായ സഹായത്തും മുഖറവിയായ സഹായത്തും ഞാൻ എപ്പോൾ ചോദിക്കുന്നുവോ അതൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് മുത്തുനബി തന്നിട്ടുണ്ട് എന്ന് അനുഭവം പറയാണ്. അപ്പം അതുകൊണ്ട് അത് നല്ല കാര്യമാണ്, സുന്നത്തായ കാര്യമാണ്. അതൊരിക്കലും അദബ് കേടോ ഖിലാഫുൽ ഔലയോ അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ മുമ്പ് മഹാന്മാരൊക്കെ രചിക്കപ്പെട്ട മൗലിദുകളും കവിതകളും മദ്ഹുകളുമൊക്കെ ചുട്ടിക്കരിക്കേണ്ടി വരും. കാരണം അതെല്ലാം ഇസ്തിഗാസ നിറഞ്ഞു നിൽക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ കൂട്ടർ അവർ ഇമാം ബൂസീരിനെ പറ്റി പറഞ്ഞ് ഇമാം ബൂസീരി മുശ്രിക്കാണ്, അങ്ങനെ പറയാൻ ധൈര്യം വരണം. ഇമാം ബൂസീരി മുശ്രിക്കാണ്. ഇമാം ബൂസീരിനെ പറ്റി ഇബ്നു ഹജർ ഹൈത്തമി റഹിമഹുല്ല പറഞ്ഞ എന്താ? അഅലമു ശുഅറായി വ അഷ്അറുൽ ഉലമായി എന്നാണ്. വലിയ പണ്ഡിതൻ, അൽ ആലിമുൽ മുഹഖിഖു അൽ ആരിഫുൽ കാമിലു, പൂർണ്ണനായ ആരിഫ് എന്നാണ് ബൂസീരി ഇമാമിനെ പറ്റി പറഞ്ഞത്. ആ ആരിഫിനെ പറ്റിയാണ് പറയുന്നത് മുശ്രിക്കാണ്. അപ്പം അതുകൊണ്ട് ആ ഭാഗം നാം ആലോചിച്ചിട്ട് കാര്യമില്ല. അതെല്ലാം സുന്നത്ത് ജമാഅത്തിൻ്റെ നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ മശായിഖ്, നമ്മുടെ ഉസ്താദുമാർ, അവരുടെ ഉസ്താദുമാർ അവർ പിന്തുടർന്ന് വന്ന രീതിയാണ് ഇസ്തിഗാസ. നമ്മുടെ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ മങ്കൂസ് മൗലിദ് തുടക്കം തന്നെ അങ്ങനെ, തുടക്കവും ഒടുക്കും അങ്ങനെയല്ലേ. മങ്കൂസ് മൗലിദിൻ്റെ തുടക്കത്തിലും ഇസ്തിഗാസേന്, അവസാനത്തിലും ഇസ്തിഗാസയാണ്. أنت تطلع بيننا ارتكبت على الخطأ غير حسر وعدد لك أشكو فيه يا سيدي خير النبي. നബിയെ, ഞാൻ കണക്കറ്റ ദോഷങ്ങൾ ചെയ്തു പോയി നബിയെ, അങ്ങയോട് ഞാൻ അതിൻ്റെ കംപ്ലൈൻറ്റ് ഇതാ അങ്ങയോട് പറയുന്നു, അങ്ങയോട് ഞാൻ ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു എന്നാണ് നബി തങ്ങളെ വിളിച്ചിട്ട് സൈനുദ്ദീൻ മഖ്ദൂം ഇസ്തിഗാസ നടത്തിയത്. ആ മങ്കൂസ് മൗലിദിൻ്റെ അവസാനത്തിലുണ്ട് അതേ വരി, ഇസ്തിഗാസയുടെ വരി. ഇന്നി നസീലുക വന്നസീലു ലദൈക യാ ഖൈറൽ ലനാമി ബികുല്ലി ഖൈരി യഗ്തദി വലി സിവാ ഹുബ്ബി ലദൈക വസീലത്തുൻ ഫംനുൻ അലയ്യ ബിഫദ്ലി ജൂദിക സഅദി. ഞാനിതാ അങ്ങയുടെ വിരുന്നുകാരനായി വന്നിരിക്കുന്നു നബിയെ, അങ്ങ് എന്നെ സഹായിക്കണേ എന്നാണ് അവസാനം പറഞ്ഞത്. ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു തആല അൻഹു അവരുടെ തസവൂഫിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഇസ്തിഗാസ നടത്തുന്നത് ത്വരീഖത്തിൻ്റെ ബാബിൽ ത്വരീഖത്തിൽ ഇസ്തിഗാസ ചെയ്യൽ നിർബന്ധമാണ്. അവരെ പറഞ്ഞത് ശരിയാണ്. ഒരു മുരീദും ഷെയ്ഖുമായിട്ടുള്ള ബന്ധത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, മുരീദും ഷെയ്ഖുമായിട്ടുള്ള ബന്ധത്തിൽ ഇസ്തിഗാസ നിർബന്ധ. മുത്തനബിയോടുള്ള ഇസ്തിഗാസ ആവശ്യം വരും, സ്വന്തം ഷെയ്ഖിനോടുള്ള ഇസ്തിഗാസ ആവശ്യം വരും. അങ്ങനെ ഇസ്തിഗാസ നിർബന്ധം.